ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൈവത്തിന് സ്വീകാര്യനായ ദാസൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. റോമർ 14 അധ്യായം 17-18 വാക്യങ്ങൾ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. ദൈവത്തെ സേവിക്കുന്നവൻ അവനാൽ സ്നേഹിക്കപ്പെടുന്നു. ഈ വാക്യം ഊന്നി പറയുന്നത് ഇവരിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവനും ഉണ്ട് എന്നാണ്. ശുശ്രൂഷകൻ എങ്ങനെയാണ് ക്രിസ്തുവിന് പ്രിയപ്പെട്ടവനാകുന്നത്? പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ശുശ്രൂഷിക്കുന്നവൻ മാത്രമേ ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയുള്ളൂ. മുഴുസമയ ശുശ്രൂഷയും പാർട്ട് ടൈം ശുശ്രൂഷയും ഉണ്ട്. ശാരീരിക ശുശ്രൂഷയും ആത്മീയ ശുശ്രൂഷയും ഉണ്ട്. പ്രബോധന ശുശ്രൂഷയും പ്രാർത്ഥനാ ശുശ്രൂഷയും ഉണ്ട്. നാം ഏതുതരം ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കാം. നാം എങ്ങനെ സേവിക്കുന്നുവെന്നതും ആ ശുശ്രൂഷയിലെ നമ്മുടെ സമർപ്പണത്തിന്റെ നിലവാരവും ദൈവം ശ്രദ്ധിക്കുന്നു. നാം പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോട് സേവിക്കുമ്പോൾ കർത്താവ് പ്രസാദിക്കുന്നു, അല്ലാതെ കർത്തവ്യബോധം കൊണ്ടോ പിറുപിറുപ്പ് കൊണ്ടോ അല്ല. ഒരു മനുഷ്യൻ ദൈവത്തെ സേവിക്കണമെങ്കിൽ അവന് 2 തരത്തിലുള്ള അനുഭവം ഉണ്ടായിരിക്കണം. ഒന്നാമതായി അവനൊരു രക്ഷയുടെ അനുഭവം ആവശ്യമാണ്. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നിത്യാത്മാവിനാൽ കളങ്കമില്ലാതെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികം ശുദ്ധീകരിക്കുമെന്ന്. ഇത് എബ്രായർ 9 അധ്യായം 14 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. അതിനാൽ ദൈവത്തെ സേവിക്കുന്നതിന് ആദ്യം ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകണം. രണ്ടാമതായി പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അവന്റെ ഹൃദയത്തിലും ശുശ്രൂഷയിലും നിറയണം. നാം പൂർണ്ണ ഹൃദയത്തോടെയും ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയും സേവനം അനുഷ്ഠിക്കുമ്പോൾ കടപ്പാട് കൂടാതെ നമുക്ക് കൂടുതൽ വിളവെടുപ്പ് കാണാൻ കഴിയും. രക്ഷയുടെ അനുഭവം കൂടാതെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷമില്ലാതെ പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യനും അവന്റെ പ്രവൃത്തിയിൽ വലിയ ഫലം നൽകില്ല. അവൻ ഹൃദയത്തിൽ ക്ഷീണിക്കും. തിരുവെഴുത്ത് പറയുന്നു, കർത്താവിന്റെ പ്രവൃത്തി വഞ്ചനയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന്. ഇത് യിരെമ്യാവ് 48 അധ്യായം 10 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. പൗലോസിനെയും ശീലാസിനെയും നോക്കൂ. അവർ എപ്പോഴും ഉത്സാഹത്തോടെ കർത്താവിനെ സേവിച്ചു. ഒരിക്കൽ അവർ ഫിലിപ്പിയിൽ ശുശ്രൂഷ ചെയ്യാൻ വന്നപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുകയും മർദ്ദിക്കുകയും ജയിലിന്റെ അകത്തെ അറകളിൽ തള്ളുകയും ചെയ്തു. അവരുടെ കാലുകൾ ആമത്തിലിട്ടു. ആ യാതനകൾക്കിടയിലും അവരുടെ ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്താൽ നിറഞ്ഞിരുന്നു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, എന്നാൽ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. തടവുകാർ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്ന്. ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായം 25 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. അവരുടെ ത്യാഗപരമായ ശുശ്രൂഷ കണ്ട് ദൈവം പ്രസാദിച്ചു. അപ്പോസ്തലനായ പൗലോസിന്റെ എല്ലാ ശുശ്രൂഷകളും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതിനുള്ളതായിരുന്നു. ഹൃദയത്തിൽ സന്തോഷത്തോടെ അവനത് ചെയ്തു. ദൈവമക്കളെ, നിങ്ങൾ സന്തോഷത്തോടെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമോ? അത് ഏത് കാലത്തായാലും. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യോഹന്നാൻ 12 അധ്യായം 26 വാക്യം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 37, 38, 39 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 26 അധ്യായം. ആമേൻ.